5.5 വയസ്സുകാരന്റെ കൊലപാതകത്തിൽ ശിശു സംരക്ഷണ സമിതിയുടേത് ഗുരുതര അനാസ്ഥ. ഇന്നലെ എന്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. കൈ ഒടിഞ്ഞ കാര്യം ഞാൻ ചൈൽഡ് ലൈനെ അറിയിച്ചിരുന്നു. അവരെന്നോട് പറഞ്ഞിരുന്നത് സ്റ്റേഷനിൽ നിങ്ങളെ നാളെ ചെല്ലാൻ വേണ്ടി പറഞ്ഞേക്കല്ലേ, അവിടെ എന്ത് ആക്ഷൻ എടുത്തു എന്ന് അറിഞ്ഞിട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിക്കൊള്ളാം. കുഞ്ഞിന്റെ കൈയും 2 കൈയും ഒടിഞ്ഞതിന് പിന്നാലെ അഖിലയുടെ അമ്മ റീനയാണ് ചൈൽഡ് പ്രൊട്ടക്ഷൻ യൂണിറ്റിനെ സമീപിച്ചത്. ഇതിനകത്തൊരു സംശയം എന്ന് പറയുന്നത് ഈ ടീച്ചറും ഈ അസ്കറും തമ്മിൽ എന്തെങ്കിലും അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടെന്ന് അറിയില്ല. അഖിലയും ഇരു സഹോദരങ്ങൾ 2 പേരും ജീവനൊടുക്കിയതാണ്. അതിനുശേഷം ഇതേപോലെ ഈ ടീച്ചർ എന്നെ വിളിക്കുകയോ ഈ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ആ ടീച്ചർ രംഗത്ത് വരികയോ ചെയ്തിട്ടില്ല. കുഞ്ഞോട് സേഫ് ആണെന്നാണ് ഞങ്ങൾ അറിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇത്രയും ക്രൂരമായിട്ട് ഞങ്ങൾ പിടിപ്പിക്കപ്പെട്ടിട്ടുണ്ടെന്ന് അറിഞ്ഞില്ല. ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അസ്കർ മർദ്ദിച്ചിരുന്നതായി താൻ കണ്ടിരുന്നു എന്നാണ് ഇപ്പോൾ കുഞ്ഞിന്റെ അമ്മയായ അഖില പറയുന്നത്. അതായത് ഹലോ, ഐ ആം മുകേഷ് യാദവ് മാധവ്. ഇപ്പോൾ അമ്മ പറഞ്ഞിരിക്കുന്നു അക്ഷർ എന്ന് പറയുന്ന തൻ്റെ കാമുകൻ കുട്ടിയെ മർദ്ദിച്ചിരുന്നുവെന്ന്. ഇതുവരെ ആ കുട്ടിയുടെ അമ്മയായിരുന്ന അഖിലയ്ക്ക് അങ്ങനെ ഒരു അഭിപ്രായമില്ലായിരുന്നു, ഇല്ലെങ്കിൽ അങ്ങനെ ഒരു പരാതി ഇല്ലായിരുന്നു. ഇപ്പോൾ മാത്രം എന്തുകൊണ്ട് അങ്ങനെ ഒരു പരാതി വന്നു? കാരണം കേസിൽ കൊടുക്കുമെന്ന് അവർക്കറിയാം. ആ ഒരു അവസരത്തിൽ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷ വേണം. ഇന്നലെ എന്റെ മരുമകളെ എനിക്ക് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് കുഞ്ഞിന്റെ 2 കൈയിലും പ്ലാസ്റ്റർ ഇട്ടൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോ അതില് അവള് തന്നെ വോയിസ് അയച്ചേക്കുന്നുണ്ട്. കുഞ്ഞ് വീണു എന്ന് പറഞ്ഞിട്ടാണ്. അതായത് കൊച്ചിന് തലപ്പെട്ട ഒരു വണ്ടിയുണ്ട്, ആ വണ്ടിയിൽ ഇങ്ങനെ പോയപ്പോഴത്തേക്ക് സിറ്റ് ഔട്ട് ഇത്തിരി പൊക്കമുള്ളതായിരുന്നു. അവിടെ നിന്ന് 3 കാരണം മറിഞ്ഞിരുന്നു. നിങ്ങളുടെ സ്വന്തം മകളല്ലേടോ? മരുമകളാണോ? അല്ല, മകൾ. പിന്നെ ആരാ മരുമകൾക്ക് അവളുടെ ഒരു കൂട്ടുകാരിയാണ് ഈ കൊച്ചിന്റെ ഫോട്ടോയൊക്കെ അയച്ചു കൊടുത്തത്. ആ കൂട്ടുകാരി എന്റെ മോന്റെ ഭാര്യ. നിങ്ങളുടെ മോന്റെ ഭാര്യയാണ് ഈ കുട്ടിയുടെ ഫോട്ടോ അയച്ചു തന്നത്? അതെ, അങ്ങനെയാണ് എനിക്ക് ഈ ഫോട്ടോ കിട്ടിയത്. പോരാത്തത് കൊണ്ട് പിന്നീടാണ് ഞങ്ങൾ നോക്കിയപ്പോ എന്റെ മകളുടെ ഫോണിൽ സ്റ്റാറ്റസ് ഇട്ടേക്കുന്നത് 2 കൈയും ഇങ്ങനെ പ്ലാസ്റ്റർ ഇട്ടതായിട്ടോ. അപ്പൊ ഞാൻ നിലവിൽ ഇതുവരെയും വിളിച്ചിരുന്നില്ല, മോളെ വിളിച്ചിട്ടില്ല. അപ്പൊ കുഞ്ഞിന്റെ അപ്പൊ ഇങ്ങനെ ഒരു പക്ഷെ വണ്ടിയിൽ നിന്ന് കുഞ്ഞ് വീണിട്ടുണ്ട് എങ്കിൽ തന്നെയും കുഞ്ഞിന്റെ ദേഹത്തൊക്കെ മുറിവ് കാണണം. പക്ഷെ കുഞ്ഞിന്റെ മറ്റ് ഒരു സ്ഥലത്ത് മുറിവ് ഞങ്ങൾ ഫോട്ടോയിൽ കണ്ടിട്ടില്ല. 2 കൈയിലും. ഇപ്പൊ എന്താ പ്രശ്നം? എന്താ കുട്ടിയെ അയാൾ ഉപദ്രവിച്ചു എന്നാണോ പറയുന്നത്? അതെ, എനിക്ക് അങ്ങനെ സംശയമുണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം സ്റ്റേഷനില് എഴുതി വെച്ചിട്ട് ഇത് അറിഞ്ഞു വെച്ചിട്ട് എന്തിനാണ് ഈ കുഞ്ഞിനെ നിങ്ങൾ അവരെ കൂടെ വിട്ടുകൊടുത്ത? എന്തിനാ നിങ്ങൾ അപ്പൊ എന്തെങ്കിലും ഇവിടെ ഈ നമ്മുടെ നിങ്ങൾക്ക് അറിയുന്നില്ല സമിതിയിലോട്ടെങ്കിലും കുട്ടീനെ ഷെൽട്ടർ മാറ്റിക്കൂടായിരുന്നോ? അത് നമ്മളിപ്പോ സ്വന്തം അമ്മ ജീവിക്ക് അവരുടെ പെർമിഷനിൽ നമ്മൾ ചെയ്യുന്നത് ശരിയാണോ സാർ? അല്ല, അവര് കുട്ടിയെ നോക്കുന്നില്ലാതെ നിങ്ങളെ കൂടെ ഇട്ടിരുന്നില്ലേ? അപ്പൊ നിങ്ങൾക്ക് അതൊരു ഓപ്ഷൻ വയ്ക്കായിരുന്നല്ലോ. അങ്ങനെ ഓപ്ഷൻ വെച്ചിരുന്നാല് അവൾ ഒരു പക്ഷെ നേരെ മറിച്ച് എന്റെ പേരിൽ ഞാൻ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു കേസ് ഫയൽ ചെയ്താൽ ഞാൻ അങ്ങനെയൊന്നുമില്ല. നേരെ അവർ CWCയിൽ വന്നാൽ മതിയല്ലോ. അവർ അപ്പോൾ CWC എഴുതി അവർ കൊണ്ടുപോകുന്നതല്ലേ ഉണ്ട്. ഞാൻ പക്ഷെ ഇങ്ങനെ ചെയ്തു. കാരണം വെച്ചാൽ എനിക്ക് അവിടെ ജോലിക്ക് പോകുന്നിടത്തൊന്നും പ്രൈവറ്റ് ഇല്ലേ സാർ, അവിടെ നിന്ന് അങ്ങനെ ചെയ്ത് കിട്ടാറില്ല. ആ ഒരു സിറ്റുവേഷൻ എല്ലാം കൂടെ കവർ ചെയ്തിട്ട് ഞാൻ ഇതിങ്ങനെ ചെയ്ത് ചെയ്യണം. അല്ല, കുട്ടി അത് വണ്ടിയിൽ നിന്നൊക്കെ വീണതാണോ? നിങ്ങൾ അല്ലെങ്കിൽ മോളെ പിടിച്ചും ചോദിക്കാത്ത കുട്ടിയെ അഷ്കർ ഉപദ്രവിക്കുന്നതായുള്ള സംശയമൊക്കെ അറിയിക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോൺ എടുത്ത ടെലിഫോൺ ഓപ്പറേറ്റർ ഈ കാര്യങ്ങളെ വളരെ നിസ്സാരവൽക്കരിച്ചാണ് കാണുന്നത്. അവിടേക്ക് എടുത്തു പറയണമല്ലോ, ഈ അമ്മ തന്നെയാണ് ഒന്നാമത്തെ പ്രതി. കാരണം ഇതുപോലൊരുത്തിന്റെ കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയ ആ അമ്മയെ തന്നെയാണ് ആദ്യം പറയേണ്ടത്. അവര് തന്നെയാണ് ആ കുട്ടിയുടെ മരണത്തിന് ഉത്തരവാദി, അല്ലാതെ വേറെ ആരുമല്ല. അവിടെയൊക്കെ തന്റെ കാമുവിനെ രക്ഷിക്കാനാണോ ഇല്ലെങ്കിൽ കാമുവിനെ ഇട്ടെറിഞ്ഞിട്ട് പോകുമെന്നുള്ള പേടി കൊണ്ടാണോ എന്നറിയില്ല, അവൻ ചെയ്യുന്ന എല്ലാ ക്രൂരതകൾക്കും ഈ അഖില എന്ന് പറയുന്ന അമ്മ വഴിവെച്ചു കൊടുക്കുകയായിരുന്നു. അവൻ ആ കുട്ടിയെ എന്തൊക്കെയാണ് ചെയ്തതെന്ന് കേട്ടാൽ തന്നെ നമുക്ക് വിഷമം വരും. അങ്ങനെയുള്ളപ്പോൾ അത് കണ്ട ആ അമ്മയ്ക്ക് ഒരു വിഷമവും തോന്നിയില്ല. ആ കുട്ടിക്ക് പ്രോപ്പറായിട്ടുള്ള ചികിത്സ പോലും കൊടുത്തില്ല എന്ന് പറയുമ്പോൾ എന്ത് സ്നേഹമാണ് ആ അമ്മയ്ക്ക് ആ കുഞ്ഞിനോടുണ്ടായിരുന്നത്. ഇവിടെയൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്, എല്ലാ അമ്മമാരും നല്ലവരല്ല. നമ്മൾ കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കും മാതാപിതാ ഗുരു ദൈവം എന്നൊക്കെ. അങ്ങനെ ഒരിക്കലും പഠിപ്പിച്ചു കൊടുക്കല്. എല്ലാ അമ്മമാരും അച്ഛന്മാരും ഗുരുക്കന്മാരും ഒന്നും നല്ലതല്ല. ഇവിടെയും അതിന് ഉദാഹരണമാണ് ഈ അമ്മ. ആ കുട്ടിയുടെ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, 2 കൈയും ഒടിഞ്ഞു തൂങ്ങിക്കിടക്കുന്നു. അതും സ്വന്തം കാമുകൻ ചെയ്തു വെച്ച പണിയാണ്. ആരോടൊന്നും ഒന്ന് തുറന്നു പറയാനുള്ള അറിവ് പോലും ഇല്ല. വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടി എന്ത് പറയാനാണ്? അവിടെയൊക്കെ 1 മാസം മുമ്പ് വരെ ഈ കുട്ടി എങ്ങനെയാണ് ഇരുന്നതെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അതായത് കുട്ടിയുടെ അമ്മയുടെ വീട്ടിലായിരുന്നു ഈ കുട്ടി ഉണ്ടായിരുന്നത്. അവിടെ നല്ല ചുണക്കുട്ടിയായിട്ട് കളിച്ചുകൊണ്ടിരുന്ന കുട്ടി 1 മാസത്തിന് ശേഷം ഇങ്ങനൊരു രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അതിന് കാരണം വേറെ ആരുമല്ല, ആ കുട്ടിയുടെ അമ്മയുടെ കാമുകനായ അഷ്കർ എന്ന് പറയുന്ന ആ വൃത്തികെട്ടവനാണ്. ഇവൻ ഇത് സ്ഥിരമായിട്ടുള്ള പരിപാടിയാണ്. ഒരുപക്ഷെ അവനെ അവിടെ വാഴിച്ചത് കേരള പോലീസിൻ്റെ അനാസ്ഥയെന്ന് മാത്രമേ പറയാൻ കഴിയത്തുള്ളൂ. അവനൊരു മുൻ ഭാര്യ ഉണ്ടായിരുന്നു. ആ മുൻ ഭാര്യയുടെ സ്ഥിതി എന്താണെന്ന് നമുക്കറിയാം. അവനെ കല്യാണം കഴിക്കുന്നതിന് മുമ്പും അതിന് ശേഷവും തമ്മിലുള്ള ആ ഫോട്ടോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും ആ കുട്ടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. അങ്ങനെയുള്ള ഒരുത്തൻ അവൻ്റെ ആദ്യ ഭാര്യയെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച് ഒരു മോശം അവസ്ഥയിലാക്കി
അവർ കംപ്ലൈൻറ്റ് കൊടുത്തിട്ട് പോലും അതെടുക്കാതെ ഇവൻ അടുത്ത പെണ്ണിനെ തേടിപ്പിടിച്ച് അവരുടെ കൂടെ താമസമായി ആ പെൺകുട്ടിക്ക് ആദ്യ ഭർത്താവിലുണ്ടായ കുട്ടിയെ ഇവൻ ശാരീരികമായിട്ടും മാനസികമായിട്ടും പീഡിപ്പിച്ചു കൊന്നു എന്നേ പറയാൻ കഴിയത്തുള്ളൂ. ഇവിടെയൊക്കെ ഇങ്ങനെയുള്ളൊരു ഹിസ്റ്ററിയുള്ള ഇവനെ തന്നെ ഈ പെൺകുട്ടി, അതായത് അഖില എന്ന് പറയുന്ന ഈ കുട്ടിയുടെ അമ്മ അവനോടൊപ്പം ജീവിക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ കുഴപ്പം. അവിടെയും നഷ്ടം ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ അഖിലയുടെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയ്ക്കുമാണ് ആ നഷ്ടം വന്നത്. കാരണം അവർക്ക് 2 കുട്ടികളുണ്ടായിരുന്നു. ആ വ്യക്തി ആത്മഹത്യ ചെയ്തു. അതുപോലെ തന്നെ അഖിലിൻ്റെ സഹോദരി അഖിലയും ആത്മഹത്യ ചെയ്തിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവരുടെ 2 കുട്ടികളും അവർക്ക് നഷ്ടമായി. പിന്നെ ഉള്ളത് അഖിൽ എന്ന് പറയുന്ന മകൻ്റെ ഈ കുട്ടി മാത്രമായിരുന്നു. ആ കുട്ടി അവർക്ക് കിട്ടുമെന്നുള്ളൊരു ആശ്വാസത്തിലായിരുന്നു അവർ ഇത്രയും നാൾ വരുന്നത്. പക്ഷേ വിധി മറിച്ചായിരുന്നു. ആ കുട്ടിയും ഇന്ന് മരണപ്പെട്ടു എന്ന് തന്നെ പറയാം. അതും ആ കുട്ടിയെ തല്ലിക്കൊന്നതാണെന്ന് തന്നെ പറയണം. ഈ അക്ഷർ എന്ന് പറയുന്ന ഈ വൃത്തികെട്ടവൻ. എന്തായാലും ഈ മരണപ്പെട്ടു പോയ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ ഈ അഖിലെക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതൊന്ന് കേട്ടു നോക്കാം. തകർന്നു പോയില്ലേ? ഞങ്ങൾക്ക് ഞാനായിരുന്നു ഈ ഒരു കുഞ്ഞു മോൻ്റെ ഓർമ്മയിലാണ് ജീവിച്ചത്. 2 മക്കൾ നഷ്ടപ്പെട്ടു. മോൻ അവളെ എന്നും പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു. ഞാൻ ഇവിടെ റേഷൻ കടയിൽ പോയാലും കൊണ്ടാണ് ഈ വന്ന് വിളിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് അവൾ വന്നില്ല. അപ്പോൾ ഇതെല്ലാം കാണിച്ചാണ് ചെയ്തത്. എന്നിട്ട് പോലും വന്നില്ല. ആത്മഹത്യ. ഇവിടെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഈ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്യാൻ നേരത്ത് ഈ കുട്ടിയുടെ അമ്മയെ ഫോൺ ചെയ്തിരുന്നു. വീഡിയോ സഹിതം ലൈവായിട്ട് അവരെ കാണിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എന്നിട്ട് അതൊന്നും ചെവിക്കൊള്ളാതിരുന്നതിനെ തുടർന്നാണ് അവൻ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ അഖില എന്ന് പറയുന്ന ഈ സ്ത്രീ അന്ന് 3 മാസം ഗർഭിണിയായിരുന്നു. ആ ഒരു അവസ്ഥയിൽ എന്താണ് സംഭവിച്ചത്? അവിടെയും ദുരൂഹതയാണ്. എന്തിനായിരിക്കണം ഈ കുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തത്? ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയും ആത്മഹത്യ ടെൻഡൻസി ഉള്ളവരാണ് ഈ കുടുംബത്തിലുള്ളതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. കാരണം ഈ അഖിൽ എന്ന് പറയുന്ന വ്യക്തിയുടെ സഹോദരിയും ആത്മഹത്യ ചെയ്തതാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ചിലവർ പറയും ഈ കുടുംബമേ ഒരു ട്രാജഡിയാണ് എന്ന രീതിയിൽ വേണമെങ്കിൽ വരുത്തി തീർക്കാം. എന്നിരുന്നാലും അതിനൊരു കാരണം കാണണമല്ലോ. ഈ അഖില എന്ന് പറയുന്ന പെൺകുട്ടി 3 മാസം ഗർഭിണിയായിരിക്കുമ്പോൾ തൻ്റെ ഭർത്താവ് ആത്മഹത്യ ചെയ്യാൻ തുടങ്ങുകയാണെന്ന് മനസ്സിലാക്കുമ്പോൾ അവിടെ വരെ ചെല്ലാമായിരുന്നല്ലോ. അന്ന് അങ്ങനെ ചെല്ലാത്തത് കൊണ്ട് തന്നെയാണ് അവൻ മരിച്ചതെന്നാണ് ഈ അമ്മ പറയുന്നത്. അതിനെക്കുറിച്ച് കേസ് നടക്കുന്നുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. ഇവിടെയൊക്കെ ഓർക്കേണ്ടത് ഈ അമ്മയെന്ന് പറയുന്ന ഈ അഖില അത്ര നല്ല സ്ത്രീയല്ല. ഇനിയിപ്പം ഭർത്താവുമായിട്ടുള്ള കേസിൽ നിരപരാധിയാണെങ്കിൽ തന്നെ ഈ കുട്ടിയുടെ കേസിൽ ഒരിക്കലും നിരപരാധി എന്ന് പറയാൻ കഴിയത്തില്ല. ഈ അമ്മ തന്നെയാണ് ആ കുട്ടിക്ക് ഈ ഒരു ഗതി ഉണ്ടാക്കി കൊടുത്തതും. അതും ലീഗലായിട്ട് പോലും മാരേജ് ചെയ്യാത്ത ഒരുത്തൻ്റെ കയ്യിൽ തന്നെ ഈ കുട്ടിയെ കൊടുത്തു. അവൻ അതിനെ ചൂഷണം ചെയ്ത് കൊന്നു. അത് എന്തിനു വേണ്ടിയാണ് എന്നുള്ള കാര്യമാണ് ഇനി അന്വേഷിക്കേണ്ടത്. അതിൻ്റെ പിന്നിൽ കുറേ കൈകളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. നിയമപരമായി മുന്നോട്ട് പോകുന്നതല്ലേ? നമുക്കല്ലാതെ അവർ നമ്മളെ പേരിന് കേസ് കൊടുത്ത് ഈ മകന്റെ കൊച്ചുമോന്റെ മരണത്തിൽ നിയമപരമായി മുന്നോട്ട് പോകും എന്നുള്ളതാണ് അല്ലേ? ജീവൻ പോണതോരെയും പോവും. നീതി കിട്ടണതോരെയും പോവും. ഞങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ടെങ്കിലും ജീവൻ പോയാലും വേണ്ടൂല. പത്രത്തിലാണല്ലേ മോന്റെ കയ്യിൽ പ്ലാസ്റ്റിക് ഫോട്ടോ ഒക്കെ കാണുന്നല്ലേ? ഫോണിലും ഉണ്ട്. മോൻ ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ വിഷമം. കാരണം നമുക്ക് തന്നെ വിഷമം തോന്നും. നഖമൊഴിച്ച് ബാക്കി എല്ലായിടത്തും ആ കുട്ടിക്ക് മുറിവുകളായിരുന്നു. ഏകദേശം 91ഓളം മുറിവുകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അതിൽ 51 എണ്ണം പുറത്തും 40 എണ്ണം അകത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. അവിടേക്ക് എടുത്തു പറയേണ്ടത് കള്ളം പറഞ്ഞ് തന്നെയാണ് ഇവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. കുട്ടിയുടെ തൊണ്ടയിൽ ആഹാരം കുടുങ്ങി അതിനെ തുടർന്ന് ബോധമില്ലാതായിപ്പോയി എന്നുള്ള രീതിയിലുള്ള കള്ളം പറഞ്ഞാണ് ഈ അമ്മയും ഈ കാമുകനായ ഈ അഷ്കർ എന്ന് പറയുന്ന വ്യക്തിയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത്. അവിടെയും ഓർക്കണം, ആ സമയത്തും ഈ അമ്മ ഈ കുട്ടി മരിക്കാൻ കിടക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ആ കുട്ടി ഡേഞ്ചർ ആണെന്നുള്ള സിറ്റുവേഷൻ വന്നപ്പോൾ പോലും ഈ സ്വന്തം അമ്മ സത്യം തുറന്നു പറഞ്ഞില്ല. അപ്പോഴും കാമുവിനെ രക്ഷിക്കാൻ വേണ്ടി, ഇല്ലെങ്കിൽ സ്വയമായിട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഭക്ഷണം തൊണ്ടയിൽ കുടുങ്ങി എന്നുള്ള കള്ളം പറഞ്ഞ് ആ കുട്ടി അവിടെ കൊണ്ടുപോയി. അതും 1 മാസത്തിന് മുമ്പ് ആ കുട്ടി എങ്ങനെയായിരുന്നു, അതിനുശേഷം ഈ കുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളത് വ്യക്തമായിട്ട് പറയണമെങ്കിൽ ഈ കുട്ടിയെ ആദ്യം നോക്കിയിരുന്ന ഈ അമ്മയുടെ കുടുംബത്തിലുള്ളവർ പറയുന്നത് കേൾക്കണം. കാരണം ഈ കുട്ടിയുടെ 2 കൈയും ഒടിഞ്ഞത് സൈക്കിളിൽ നിന്ന് വീണെന്നാണ് പറയുന്നത്. എന്നാൽ അതൊട്ടും വിശ്വസിക്കാനാവാത്ത കഥയാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ അമ്മയായ അഖിലയുടെ അമ്മയുടെ അമ്മയും പറയുന്നത്. കാരണം അവർ ഈ കുട്ടിയെ നോക്കിയതായിരുന്നു. ഈ മരിക്കുന്നതിന് 1 മാസം മുമ്പ് വരെയും ആ കുട്ടി അവിടെയായിരുന്നു. ഈ 1.5 വർഷവും ആ കുട്ടിയെ നോക്കിക്കൊണ്ട് നടന്നതും അവർ തന്നെയായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഈ കുട്ടി എങ്ങനെ ഇരുന്നതാണെന്ന്. അതിനെക്കുറിച്ച് ആ അമ്മവും പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. എൻ്റെ മക്കള് ആ മോളിൽ കയറി ഇരുന്നിട്ട് പോലും അത് വീണിട്ടില്ല. പിന്നെ എങ്ങനെ ഇത് ഇത്രയും പൊക്കമുള്ളിടത്ത് അങ്ങ് വീണ് 2 കൈ ഓടിഞ്ഞ് അത് ഇവിടെ മുതൽ ഇതുവരെയാണ് അതിന് പൊടികളുള്ളത്. ഇങ്ങനെ സംഭവിച്ച് എൻ്റെ മോനെ റോഡിൽ കയറ്റിയിട്ടെങ്കിൽ അത് എവിടെയെങ്കിലും പോയി ജീവിച്ചിന് ആരെങ്കിലും എടുത്തോണ്ട് പോയനായിരുന്നു. അവൻ അത് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ലോകത്തോടുള്ള എല്ലാ പരാതികൾക്കും അവനും അവൾക്കും ജീവിതകാലം മുഴുവനുമുള്ള പരാതിക്ക് അവരവിടെ കിടക്കണം, ജയിലിൽ കിടന്ന് നരകിക്കണം. ഇല്ലാത്ത പക്ഷം ഇറക്കി വിട്ട് ഞങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കണം, ബാക്കി ഞങ്ങൾ ചെയ്ത് തീർത്തോളാം. അവൻ ഇനി ഈ ഭൂമിയിൽ അവളും അവനും ജീവിക്കരുത്, ഇവനോടെ ഇരിക്കാൻ പാടില്ല. ഇങ്ങനെയുള്ള ദുഷ്ടന്മാർ ഇനി ഒരു കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കാൻ പാടില്ല.
പക്ഷെ ഇത്രത്തോളം സംഭവിക്കുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. അവിടെയൊക്കെ വേണമെങ്കിൽ പലരും ചിന്തിക്കാം ഈ കുട്ടിയെ നോക്കാൻ ആരുമില്ല, അതുകൊണ്ട് തന്നെയായിരിക്കും ഈ അമ്മ കൊന്നു കളഞ്ഞത് എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. പക്ഷെ അങ്ങനെയല്ല. ഈ കുട്ടിയെ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ അമ്മൂമ്മ അവിടെ വന്നിരുന്നു, ഈ അഖിലയുടെ അമ്മ അവിടെ വന്നിരുന്നു, അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അച്ഛൻ്റെ അമ്മയും അച്ഛനും എല്ലാം ഇതിനെ തേടി അവിടെ വന്നിരുന്നു. അവർക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ താല്പര്യമാണെന്നും പറഞ്ഞതാണ്. അങ്ങനെയുള്ളപ്പോൾ പോലും അവർക്കൊന്നും കൊടുക്കാതെ ഇമ്മാതിരിയുള്ള വേല ചെയ്തത് എന്തിനായിരിക്കാം? അവിടേക്ക് അത് സംശയത്തിൻ്റെ നിഴലിൽ തന്നെ നിൽക്കുകയാണ്. കാരണം തലേ ദിവസം ഒരു ടീച്ചർ, അതായത് അഖിലയുടെ ടീച്ചർ, അവർ ഈ അഖിലയുടെ മുൻ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും കോൺടാക്ട് ചെയ്തിരുന്നു, നിങ്ങൾക്ക് കുട്ടിയെ ഏറ്റെടുക്കാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചതാണ്. എന്നാൽ ആ ഡേറ്റിന് തന്നെയാണ് ഈ കുട്ടി മരണപ്പെടുന്നത്. അവിടേക്ക് എന്തൊക്കെയോ തകരാറുള്ളതുപോലെ തോന്നുന്നു. ഇല്ലെങ്കിൽ 1 മാസം വരെ നല്ല രീതിയിൽ ഇരുന്ന ഈ കുട്ടി 1 മാസത്തിന് ശേഷം ഈ ഒരു അവസ്ഥയിലേക്ക് വന്നത് എങ്ങനെയാണ്? അത്രമാത്രം ഈ കുട്ടിയെ പീഡിപ്പിച്ചു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതിനെക്കുറിച്ചും വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആകെ മൊത്തം 91 മുറിവുകളാണ് ഈ 1.5 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ ദേഹം മാസതകലം ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഒരാൾ മാത്രം. 1 മാസത്തിനിടെയാണ് ഈ അഷ്കർ എന്ന ഈ കൊടും ക്രൂരനായിട്ടുള്ള കുറ്റവാളി ഈ കുഞ്ഞിനെ ഇത്രത്തോളം മർദ്ദിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇന്നത്തെ തെളിവെടുപ്പിൽ ഇയാൾ ഈ കുഞ്ഞിനെ പൊള്ളിക്കാനായി ഉപയോഗിച്ച ലൈറ്റർ അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് കണ്ടെത്തിയിട്ടുമുണ്ട്. ഒരു കൂസലുമില്ലാതെ ഇയാൾ എങ്ങനെയാണ് ഈ കുറ്റകൃത്യം നടത്തിയത് എന്നുള്ള കാര്യം ഇയാളുടെ വാടക വീട്ടിലേക്ക് എത്തി, നെല്ലിക്കുന്നിലെ വാടക വീട്ടിലെത്തി പോലീസിന് വിശദമായി വിവരിച്ച് നൽകുന്നത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 5 മിനിറ്റ് മാത്രമാണ് ഈ ഒരു തെളിവെടുപ്പ് നടന്നത്. അതിന് മുന്നോടിയായി തന്നെ ഇയാളുടെ വാഹനമടക്കം അടിച്ചു തകർക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടന്നിരുന്നു. മാത്രമല്ല തെളിവെടുപ്പിന് കൊണ്ടുവന്ന ശേഷം അവിടെ വലിയ തരത്തിൽ ജനരോഷം ഉണ്ടായത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം 91 മുറിവുകളാണ് ഇയാൾ ഈ കുഞ്ഞിന്റെ ദേഹത്ത് വരുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. പോലീസിന്റെ സംശയം അനുസരിച്ചാണെങ്കിൽ ഈ കുഞ്ഞിനെ ഇത്തരത്തിൽ ക്രൂരമായി ഈ ഉപദ്രവിക്കുന്നത് ഈ അമ്മ അഖിലയ്ക്ക് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. പക്ഷെ അത് തടയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അത് ഈ കുഞ്ഞിനെ അവിടെ നിന്ന് മറ്റൊരിടത്തേക്ക് മാറ്റുന്നതിന് വേണ്ടി ഇവർ ശ്രമിച്ചിരുന്നില്ല. ഇവിടെ വ്യക്തമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഈ അക്ഷർ എന്ന് പറയുന്ന ഈ വ്യക്തി ഈ കുട്ടിയെ ഉപദ്രവിക്കുന്നു. അത് അഖിലയ്ക്ക് അറിയാമായിരുന്നു, അഖിലയുടെ അമ്മയ്ക്ക് അറിയാമായിരുന്നു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ടതാണ്, ഈ അക്ഷറിന്റെ ഫാമിലിക്കും അറിയാമായിരുന്നു. അതായത് അക്ഷറിന്റെ ഫാമിലിയും അവിടെ താമസിച്ചിരുന്നു. അങ്ങനെ നോക്കുവാണെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടി ഇങ്ങനെ ചെയ്തു? ഇല്ലെങ്കിൽ ഈ കുട്ടി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അവരൊന്നും എതിർത്തില്ല? അതും ആലോചിക്കണം. 2 കൈയും തല്ലിയൊടിച്ചു എന്ന് പറയുമ്പോൾ ആ പിഞ്ച് കൈകൾ എങ്ങനെ അവന് തല്ലിയൊടിക്കാൻ തോന്നി? അത് കണ്ടുകൊണ്ടിരുന്ന ആ കുട്ടിയുടെ അമ്മയും ഇവന്റെ ഫാമിലിയും എല്ലാം ഇതിനകത്ത് കുറ്റക്കാരല്ലേ? അവരെല്ലാം കുറ്റക്കാരാണ്, അവരെല്ലാം ക്രിമിനൽസ് ആണ്. ഇവൻ കൊടും ക്രിമിനലാണ്. ഇവൻ ഈ അഖിലയെ കാമുകിയായിട്ട് കിട്ടുന്നതിന് മുമ്പ് ഇവൻ്റെ സ്വന്തം ഭാര്യയെ എത്രമാത്രം പീഡിപ്പിച്ചു എന്ന് അവർ തന്നെ ഇപ്പോൾ രംഗത്ത് വന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ അവൻ ഇങ്ങനെ പീഡിപ്പിക്കുക എന്നുള്ളത് സ്ഥിരം പരിപാടിയാണ്. എന്നിട്ടും ഇത് ചോദ്യം ചെയ്യാൻ ആ കുട്ടിയുടെ അമ്മയായ അഖില എന്ന് പറയുന്ന ആ സ്ത്രീക്കും കഴിഞ്ഞില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ പറയാം അവരില്ലാത്തപ്പോഴാണ് ഈ കുട്ടിയെ ഉപദ്രവിച്ചതെന്നൊക്കെ വേണമെങ്കിൽ പറയാം. പക്ഷേ എന്നാൽ ഈ അമ്മയായ അഖില തന്നെ ഇപ്പോൾ പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്നാണ്. അങ്ങനെയുള്ളപ്പോൾ ഇനി അങ്ങനെയുള്ള ന്യായീകരണമായിട്ട് വരുന്നത് വിലപ്പോകില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെയൊക്കെ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് അറിയാവുന്നതുപോലെ തന്നെ അമ്മൂമ്മയ്ക്കും ഇതിനെക്കുറിച്ച് കാര്യങ്ങൾ അറിയാമായിരുന്നു. അതായത് ഈ അക്ഷർ എന്ന് പറയുന്ന തൻ്റെ മകളുടെ കാമുകൻ ഈ കുട്ടിയെ ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അവർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതിയും പറഞ്ഞതാണ്. അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയറിലും ഒക്കെ പോയതാണ്. എന്നിട്ടും അവരാരും തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അവിടെയൊക്കെ കുട്ടിയുടെ മരണത്തിന് കാരണക്കാർ ഇവരൊക്കെ കൂടിയല്ലേ എന്ന് ചോദിക്കേണ്ടി വരും. എന്തായാലും ഇതിനെക്കുറിച്ച് കുട്ടിയുടെ അമ്മയായ അഖിലയുടെ അമ്മ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. ഈ പോലീസിൽ പരാതി കൊടുത്തിട്ട് പോലീസ് സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുണ്ടോ? സീരിയസ് ആയിട്ട് എടുത്തില്ല എന്ന് ഒരു പക്ഷേ വേണമെങ്കിൽ എനിക്ക് പറയാം. കാരണം എന്ന് വെച്ചാൽ ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കുഞ്ഞിൻ്റെ കൈ ഇങ്ങനെ ഒടിഞ്ഞതാണ്, ഫോട്ടോ സഹിതം കാണിച്ചു കൊടുത്തതാണ്. അവിടെ താഴെ നമ്മളെ SIയുടെ അടുത്തായാലും DYSPയുടെ അടുത്തായാലും പറഞ്ഞു. അപ്പോൾ നമുക്ക് എൻ്റെ മനസ്സിൽ എന്തോ ഈ ഒളിഞ്ഞിരിക്കാത്ത കാര്യങ്ങൾ ഞാൻ തുറന്നു പറയുന്ന കൂട്ടത്തില്ല. ഞാൻ പറഞ്ഞു സാർ എനിക്കിങ്ങനെ ഒരിത് ഉണ്ട്, സംശയമുണ്ട് സാർ, അത് അന്വേഷിക്കണം. അപ്പോൾ പറഞ്ഞു കുഞ്ഞിൻ്റെ അമ്മയാണ് കുഞ്ഞിനെ കൊണ്ടുപോയിരിക്കുന്നത്. അപ്പോൾ അവർ തരാതെ നമുക്ക് നിങ്ങളെ പിടിച്ചേൽപ്പിച്ച് തരാൻ പറ്റില്ല, പ്രത്യേകിച്ച് നിങ്ങൾ മുന്നേ നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് കുഞ്ഞിന് ഇവിടെ പരാതി കൊടുത്ത് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞു ഓക്കെ സാർ, അത് ശരിയാണ്. പക്ഷേ ഇതിങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹം മുറിയില്ല. കാരണം എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞ് നിന്നപ്പോൾ ഈ 1.5 വർഷക്കാലം എൻ്റെ കൂടെയാണ് നിന്നപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് ഒരു മുറിവോ പാടോ ഒന്നും ഇല്ല. അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ 2 കൈയും ഒടിഞ്ഞു എന്ന് പറയുമ്പോൾ എനിക്ക് പറ്റില്ല, എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണില്ല. സാർ അതിൻ്റെ നടപടി എടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കിപ്പോൾ എന്ത് പറയണമെന്ന് പറഞ്ഞ് സത്യം പറഞ്ഞാൽ അറിയില്ല. എനിക്ക് എൻ്റെ മനസ്സ് പോലെ മൊത്തം കല്ലിച്ച് നിൽക്കുകയാണ്. എന്താ ചെയ്യണമെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് പറയാൻ പറ്റുന്നില്ല. ചൈൽഡ് ലൈനിൽ ഈ കൈ ഒടിഞ്ഞ സമയത്ത് തന്നെ, അതായത് ഈ 5-ാം തീയതി ഈ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞിട്ട്
ഞാൻ പരാതി കൊടുത്തതിൻ്റെ പിറ്റേന്ന് രാവിലെ ബസ്സിൽ ഇരുന്നപ്പോഴാണ് ഞാൻ ചൈൽഡ് ലൈനെ വിളിച്ച് പറയണത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പോൾ അവിടെ നിന്ന് എന്നോട് സംസാരിച്ച് സാർ പറഞ്ഞത് നിങ്ങൾ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തേക്കല്ലേ, ഇന്ന ദിവസം അവിടെ ചെല്ലാൻ പറയല്ലേ, അവിടെ സംസാരിച്ച് കോംപ്രമൈസ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ പരാതി ഞങ്ങൾ അന്വേഷിച്ചോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വിളിച്ചിട്ടൊന്നുമില്ല. ഇവിടെയൊക്കെ ഈ ചൈൽഡ് വെൽഫെയറോ അതോ പോലീസോ ഒക്കെ എന്തെങ്കിലും ഒരു തീരുമാനമെടുത്തിരുന്നെങ്കിൽ, അതായത് ഈ കൊടും ക്രിമിനലായ അഷ്കറിനെ ഏതെങ്കിലും വിധത്തിൽ പൂട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. അവിടെയൊക്കെ അക്ഷർ എന്ന് പറയുന്ന വ്യക്തി ഇതിനോടകം തന്നെ പല കുറ്റങ്ങളും ചെയ്തിട്ടുണ്ട്. അതൊന്നും അവനെ ബാധിക്കാത്ത രീതിയിലാണ് അവൻ ഈ നാട്ടിൽ ഈ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അവിടെയൊക്കെ മുൻ ഭാര്യയെ പീഡിപ്പിച്ചതിനുള്ള കേസുകളുണ്ട്. അതൊന്നും പോലീസ് എടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ആ പെൺകുട്ടിയുടെ അവസ്ഥ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് പോലീസ് കേസെടുത്തില്ല എന്ന് ആരും ചോദിച്ചു പോകും. ഒരുപക്ഷെ പോലീസോ ചൈൽഡ് വെൽഫെയറോ ഒക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ, ഇല്ലെങ്കിൽ കൃത്യമായിട്ട് അന്വേഷിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടി ജീവനോടുണ്ടായേനെ. അവിടെയൊക്കെ ആ പിഞ്ചു കുഞ്ഞ് മരിക്കുന്നതിന് മുമ്പ് എന്തുമാത്രം വിഷമം അനുഭവിച്ചെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതും വെറും 1.5 വയസ്സുള്ള കുട്ടി. ആ കുട്ടിക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പോലും ആരോടും പറയാൻ പോലും അറിയാത്തൊരു പ്രായം. അവിടെയാണ് ഈ അക്ഷർ എന്ന് പറയുന്ന ക്രിമിനലിനെ തിരിച്ചറിയേണ്ടത്. കുഞ്ഞ് അവൾ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് തന്നെ ഈ പ്രപ്പോസലായിട്ട് വന്നത് ഡാൻസ് ക്ലാസ്സിലെ അനു എന്ന് പറഞ്ഞ ആ വ്യക്തി അവളുടെ ഹസ്ബൻഡുമാണ് വന്നത്. അപ്പോൾ ഞാൻ അപ്പോഴും പറഞ്ഞതാണ് കുഞ്ഞിനെ നോക്കുന്നവർക്ക് മാത്രമേ വിവാഹം കഴിച്ച് കൊടുക്കാറുള്ളൂ, അല്ലാതെ കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിനിടയ്ക്ക് ഇവർ എപ്പോഴും പിന്നെ ഫോൺ നമ്പറൊക്കെ കൈമാറി ഇവർ രഹസ്യമായിട്ട് വിളിക്കാൻ തന്നു. പിന്നീട് ഞാനിങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ ഇവളിങ്ങനെ ഓവറായിട്ട് ഫോണിൽ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, അവൻ പറഞ്ഞു ഇങ്ങനെ അഷ്കറേട്ടനാണ്. ഞാൻ എന്തിനിപ്പോൾ ഇങ്ങനെ സംസാരിക്കണം, നിങ്ങൾ കുഞ്ഞിൻ്റെ കാര്യത്തിലല്ലതാവട്ടെ, പ്രത്യേകിച്ച് അവൻ മറ്റൊരു വിവാഹം കഴിച്ചിട്ടുണ്ട്. ആ പെൺകുട്ടി ഇപ്പോൾ സീരിയസ് അവസ്ഥയിലാണ്, RCC പേഷ്യൻ്റാണ്. അപ്പോൾ അതിങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങളൊന്നും ചെയ്ത് കളയരുത്, നിയമത്തിൻ്റെ മുന്നിൽ നമ്മൾ കുറ്റക്കാരാവും, അങ്ങനെ ചെയ്യരുത് എന്ന് എൻ്റെ മോളോടും അവനോടും ഞാൻ പ്രത്യേകം പറയാനുണ്ടായിരുന്നു. അവ പോകുന്നൊക്കെ പറഞ്ഞതിന് ശേഷം ആണ് ഇവർ നിരന്തരം ഇങ്ങനെ ഫോൺ വിളിയും എല്ലാം ആയി. പിന്നീട് ഇവരെ കൊണ്ട് തമിഴ്നാട്ടിലെ ഏതോ അമ്പലത്തിൽ കൊണ്ടുവച്ചിട്ട് കാല് കെട്ടിയെന്ന് പറയുന്നു. പക്ഷെ എല്ലാം ഇമിറ്റേഷനാണ് ഇട്ട് ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ അതിനുശേഷമാണ് ഞങ്ങളിവിടെ അറിയുന്നത്. അവൻ ഈ കൊച്ചിനെ നോക്കൂല, കൊച്ചിനെ ഇഷ്ടമില്ല, വീട്ടിൽ ഉമ്മാക്കും സഹോദരിക്കും ഒന്നും ഇഷ്ടമില്ല എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടായിരിക്കാം കുഞ്ഞിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവർ മനഃപൂർവ്വം ചെയ്തത്. എന്നാൽ അന്ന് സ്റ്റേഷനിൽ പോയപ്പോഴും സാർ പറഞ്ഞു നിനക്ക് നോക്കാൻ വയ്യെങ്കിൽ അമ്മത്തൊട്ടിൽ ഏൽപ്പിക്ക്, ഞങ്ങൾ അങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. പിന്നെ അച്ഛൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഇവള് കുഞ്ഞിനെയും കൊണ്ട് പോയതായിട്ടാണ് ഞാൻ പിന്നെ അറിയുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ അറിയുന്നുണ്ട് പിന്നെ കയ്യിൽ പ്ലാസ്റ്റർ എടുത്തു. അപ്പോൾ കൊച്ചിൻ്റെ കയ്യിൽ വളവുണ്ടായിരുന്നു. ആ വളവ് മാറ്റാൻ വേണ്ടിയിട്ട് കമ്പി ഇടണം, അത് അഷ്കർ പൈസ കൊടുക്കൂല എന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് എന്നോട് ചോദിക്കാനും ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കും. അപ്പോൾ അതിന് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് തമിഴ്നാട് പ്രോഗ്രാമിന് പോയത്. അതാണ് ഈ 27-ാം തീയതി 28-ാം തീയതി പോയത് എന്നാണ് ഇന്നലെ ഞാൻ ഓരോരുത്തർ എന്നോട് പറഞ്ഞ് ഞാൻ അറിയുന്നത്. എന്ത് തന്നെ ആയാലും എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ പോയല്ലോ, എവളിനി ആർക്ക് വേണ്ടി ജീവിക്കണം? ഒരു കുഞ്ഞിനെ കൊലയ്ക്ക് കൊടുത്ത്, അതുപോലെ തന്നെ ആ മുൻ ഭർത്താവ് ആത്മഹത്യ ചെയ്തത്, അതിലൊക്കെ സംശയത്തിൻ്റെ നെല്ലാണ് ഈ അമ്മ എന്ന് പറയുന്ന അഖില നിൽക്കുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഈ അഖില എന്ന് പറയുന്ന അമ്മ ജയിലിൽ കിടക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. ഇല്ലെങ്കിൽ ഇതുപോലെ വേറൊരുത്തനെയും കല്യാണം കഴിച്ച് അതിലെ ഒരു കുട്ടി ഉണ്ടായി അതിനും ഇതേ അവസ്ഥ തന്നെ വരും. അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ഇനി ജീവിതകാലം അകത്ത് കിടക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇവരൊക്കെ 3 മാസം കഴിയുമ്പോൾ തിരിച്ച് വെളിയിൽ വരുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കേണ്ടിയും വരും. അതിന് വേറൊരു മാറ്റമില്ല. അങ്ങനെയാണ് നമ്മുടെ നിയമവും. ഇവിടെയൊക്കെ ചിലപ്പോൾ അമ്മയെ അനുകൂലിച്ച് വാദിക്കുന്നവർ കാണുമായിരിക്കും. അവിടെയൊക്കെ അവർ ചിന്തിക്കേണ്ടത് ഒരാൾ ഇങ്ങനൊരു വ്യക്തിയാണെന്ന് മനസ്സിലായാൽ പിന്നെയും അവൻ്റെ കയ്യിൽ തന്നെ കുട്ടിയെ ഏൽപ്പിച്ചിട്ട് പരിപാടിക്ക് പോയ ആ അമ്മയുടെ മനസ്സൊന്ന് കാണേണ്ടത് തന്നെയാണ്. അതിൽ നിന്ന് തന്നെ വ്യക്തമാകുന്നുണ്ട് ഈ അമ്മയുടെ സ്വഭാവം. എന്തായാലും ഇതിനെക്കുറിച്ച് അഖില എന്ന് പറയുന്ന വ്യക്തിയുടെ മുൻ ഭർത്താവിൻ്റെ അച്ഛൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതും കൂടെ കേട്ട് നോക്കാം. 3 മാസം കൊണ്ട് ഞാൻ ഇതിൻ്റെ പുറകെ ആയിരുന്നു ഈ കുഞ്ഞിനെ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് എന്നെ ആദ്യമായിട്ട് വിളിച്ചത് ഈ അഖില ഡാൻസിന് പോകുന്ന ഡാൻസ് ടീച്ചർ ആണ് എന്നെ വിളിച്ചത്. ഡാൻസ് ടീച്ചർ എന്നെ വിളിച്ച് അവർ പാലക്കാട് നിൽക്കുവാണ്. ഇപ്പോൾ 3 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരും, വന്നിട്ട് നമുക്കിതിനൊരു തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞതിന് ശേഷം ആ സ്ത്രീ ഇതുവരെ എന്നെ വിളിക്കുമോ. ഈ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു ഫോൺ കോളിൽ പോലും എന്നെ വിളിച്ച് ചോദിക്കുകയോ ഇവിടെ വരുവോ ചെയ്തിട്ടില്ല. ഈ അസ്കറും ഈ ഡാൻസ് ടീച്ചറും ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അവർ കുഞ്ഞിനെ ആദ്യം തരാമെന്ന് പറഞ്ഞിട്ട് ഇവനുമായിട്ട് ചേർന്ന് കുഞ്ഞിനെ തരാതിരിക്കാനുള്ള എല്ലാ രീതിയിലും ഇവർ ഇടപെട്ട് എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. ഇവർക്ക് കറക്റ്റ് ഈ കുഞ്ഞ് ഉപദ്രവിക്കപ്പെടുന്നതും ഈ സംഭവങ്ങളെല്ലാം ഈ ടീച്ചറിനറിയാം. ടീച്ചറിനോട് നമ്മൾ വിളിച്ചെടുത്ത് കൊണ്ടുവന്നാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇപ്പോൾ ഈ കുഞ്ഞിൻ്റെ കൈ പ്ലാസ്റ്റർ ഉണ്ടെന്ന് പറഞ്ഞു, അത് റിമൂവ് ചെയ്തതിന് ശേഷം കുഞ്ഞിനെ നിങ്ങളെ ഏൽപ്പിക്കാം എന്നുള്ളൊരു അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം പറഞ്ഞു. അങ്ങനെ കാത്തിരിക്കുമായിരുന്നു. 1.5 വയസ്സായ കുഞ്ഞിനെ പാലുകൂടി മാറാത്തൊരു കുഞ്ഞിനെ ഒരു മണിക്കൂറാണെങ്കിൽ ശരി നമുക്ക് ഒരു മാറി നിൽക്കുന്നവരോട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3 ദിവസമൊക്കെ ഒരു കുഞ്ഞിനെ ഈ പാലുകൂടി മാറാത്തൊരു കുഞ്ഞിനെ ഇത്രയും
ക്രൂരത ചെയ്യുന്ന അത് അറിയാമായിരുന്നിട്ട് പോലും ഈ കുഞ്ഞിൻ്റെ അടുത്ത് ആക്കിയിട്ട് പോകുന്ന കൃത്യമായ പങ്ക് ഈ അഖിലേക്കുണ്ട്. ഇവിടേക്ക് ഈ ടീച്ചറിനെ കുറിച്ച് എടുത്തു പറയേണ്ടതാണ്. ഈ ടീച്ചർ 2-3 ദിവസത്തിന് മുമ്പ് ഇവരെ വിളിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് കുട്ടിയെ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ കഴിയുമോ, അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയെ തരാം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതെന്തുകൊണ്ടായിരിക്കാം? ചിലപ്പം കുട്ടിയുടെ നില അത്ര വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തോന്നിയതുകൊണ്ടായിരിക്കാം. കുട്ടിയെ ഇനി നോക്കാൻ കഴിയത്തില്ല എന്ന് അവർക്കും തോന്നിയതുകൊണ്ടായിരിക്കാം ഇങ്ങനൊരു അഭിപ്രായം വന്നത്. അതെന്തായാലും അഖിലെ അറിയാതെ നടക്കത്തില്ലല്ലോ. അതായത് അഖിലെ എന്ന് പറയുന്ന ആ കുട്ടിയുടെ അമ്മ അറിയാതെ നടക്കത്തില്ല. അമ്മയ്ക്കും ഈ കുട്ടിയെ വേണ്ട എന്നുള്ള തീരുമാനത്തിലെത്തിയിരുന്നു. അങ്ങനെ ആയിരിക്കണം മനസ്സിലാക്കേണ്ടത്. എന്നാൽ ഇവിടേക്ക് ഓർക്കേണ്ടത് ഈ ടീച്ചർ എന്ന് പറഞ്ഞ സ്ത്രീയാണ്. അവർക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ ഇതിനകത്ത് അറിയാം. അതായത് അഷ്കറും അവരുമായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഗൂഢാലോചന ചെയ്തിട്ട് തന്നെയാണ് ഈ അഖിലയുടെ ആദ്യ ഭർത്താവിൻ്റെ അച്ഛനും അമ്മയും വിളിച്ചത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ അവിടെ എന്തൊക്കെയോ സംശയങ്ങളുള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അക്ഷർ എന്ന് പറയുന്ന വ്യക്തി എല്ലായ്പ്പോഴും ഇങ്ങനെയാണ്, സ്ത്രീകളെ മുൻനിർത്തിയാണ് കളിക്കുന്നത്. അതായത് അഷ്കറിൻ്റെ ആദ്യ ഭാര്യയെ വീഴ്ത്തിയതും ഇതുപോലെ സ്ത്രീകളെ ഉപയോഗിച്ചാണ്. പലരെയും കൊണ്ട് ആ കുട്ടിയെ കൺവിൻസ് ചെയ്ത് വിവാഹത്തിന് സമ്മതിച്ചെന്നാണ് ആ കുട്ടിയുടെ അമ്മ തന്നെ പറയുന്നത്. അതായത് വീട്ടിൽ ഇഷ്ടമല്ലാതെ ഇരുന്നിട്ട് പോലും ഈ കുട്ടിയുടെ പിന്നാലെ നടന്ന് ഈ അഷ്കറും ഈ അഷ്കറിൻ്റെ അമ്മയും കുടുംബവും ഒക്കെ ചെന്ന് ഈ പെൺകുട്ടിയെ കൺവിൻസ് ചെയ്യുമായിരുന്നു. അത് പിന്നെ ഫോൺ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി ആ ബന്ധം വളരുകയും പിന്നീട് ഒളിച്ചോടി പോകാതിരിക്കാൻ വേണ്ടിയാണ് അവർ കല്യാണം തന്നെ നടത്തിയെന്നാണ് ആ പെൺകുട്ടിയുടെ ആ അമ്മ ഇപ്പം പറയുന്നത്. ആ പെൺകുട്ടിയുടെ അവസ്ഥയാണെങ്കിൽ വളരെ മോശമാണ്. ഇവൻ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് അതിനെ വേറെ രീതിയിലാക്കി എടുത്തിട്ടുണ്ട്. എന്തായാലും അഷ്കറിൻ്റെ ആദ്യ ഭാര്യയുടെ അമ്മയ്ക്ക് ഇതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് കൂടെ നമുക്കൊന്ന് കേട്ട് നോക്കാം. മകളോട് ചെയ്തത്, മകള് ഇക്ബാൽ ഹൈസ്കൂളിൽ +1 1 വർഷം കൊറോണയായിരുന്നു, 2ാം വർഷം 6 മാസം ക്ലാസ് ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ ഇവളെ കൂട്ടുകാരിയെന്നും പറഞ്ഞ് ഒരു പെണ്ണാണ് ഈ ചതിയിൽപ്പെടുത്തിയത്. ആമിന എന്നാണ് അവളെ പേര്. അപ്പം ബസ്സിൽ എൻ്റെ മോളും ബസ്സിൽ കയറും, ആ കുട്ടിയും ബസ്സിൽ കയറും. അങ്ങനെ ബസ്സിൽ കയറി കണ്ട് പരിചയപ്പെട്ടിട്ട് ഇവള് സംബന്ധം ആലോചിച്ച് വന്ന്, ഇവന് ഈ അഷ്കർ എന്ന് പറയുന്നവന്. അപ്പോഴും സംബന്ധം ആലോചിച്ച് വന്നപ്പോഴത്തേക്ക് മോള് പറഞ്ഞ് എൻ്റെ കൂടെയല്ല ചോദിക്കാനുള്ള, വീട്ടിൽ ചെന്ന് ചോദിച്ചെന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വീട്ടിൽ ചോദിക്കാൻ വന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊച്ചിന് 18 വയസ്സായില്ല, 22 വയസ്സായിട്ടേ അവൾ സ്വന്തം കാലിൽ നിന്നതിന് ശേഷം നമുക്ക് അപ്പോഴാലോചിക്കാമെന്ന് പറഞ്ഞു. ബുദ്ധിയുള്ളവരാണെങ്കിൽ പിന്നെ അവർ വരൂലായിരുന്നു. എന്നിട്ട് വീണ്ടും വരാൻ തുടങ്ങിയപ്പോൾ വാപ്പ പറഞ്ഞ് പറ്റൂലെന്നല്ലേ പറഞ്ഞു, നിങ്ങൾക്ക് ഇവളെ തന്നെ കിട്ടണമെന്ന് ഇത്ര നിർബന്ധം എന്തേലും വേറെ പെൺകുട്ടികളെ ആരെയും കണ്ടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ നേരെ ഇക്ബാൽ ഹൈസ്കൂളിൽ പോയി കൊച്ചിനെ നിരന്തരം ഉമ്മായും സഹോദരിയും ഇവനും കൂടെ കാണുകയും ഫോൺ നമ്പർ കൊടുക്കുകയും പിന്നെ കൊച്ചു ഇവനുമായിട്ട് ഫോൺ വിളിക്കുകയും പിന്നെ കൊച്ചിന് ഇവനെ മതിയെന്നും പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ചപ്പോൾ ഇറങ്ങി പോകണ്ടല്ലോ എന്ന് പറഞ്ഞ് സ്വയാതിയല്ലേ എന്ന് വെച്ച് കല്യാണം ആലോചിച്ച് കല്യാണം ഉറപ്പിച്ചപ്പോഴും ആൾക്കാർ ഇവൻ്റെ പരിസരത്ത് പനവൂരൊക്കെ ചെന്ന് തിരക്കിയപ്പോഴത്തേക്കും പറയുന്നു ഇവരെക്കുറിച്ച് ഒരു നല്ല അഭിപ്രായം ഒരുത്തരും പറയാനില്ല. അങ്ങനെ നിങ്ങൾക്ക് കൊച്ചുങ്ങൾ അധികം കിടക്കണമെങ്കിൽ ആറ്റി പിടിച്ച് തള്ളെന്ന് അവർ ഞങ്ങളുടെ പറഞ്ഞ്. ഞങ്ങളങ്ങനെ ഈ വൃന്ദാവന ഓഡിറ്റോറിയം ബുക്ക് ചെയ്ത് 5000 രൂപ അഡ്വാൻസ് കൊടുത്ത് ബുക്ക് ചെയ്ത് കല്യാണ ലെറ്റർ വരെ അടിച്ച് 2022 ആഗസ്റ്റ് 28-ാം തീയതിയാണ് കല്യാണം വരെ ഉറപ്പിച്ചത്. അപ്പോൾ ഞാനൊരു സൂപ്പർ മാർക്കറ്റിൽ ജോലിയായിരുന്നു. ഞാൻ 10 മണിക്ക് പോയാൽ 9 മണിക്കാണ് വരുന്നത്. അപ്പോൾ എൻ്റെ മക്കളെ നോക്കുന്ന വാപ്പായാണ്. വാപ്പാക്കും കാലിന് സുഖമൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ നമ്മളെ കുടുംബം കൊണ്ടുപോകണമെന്ന് വെച്ച് ഞാൻ ജോലിക്ക് ഇറങ്ങിയത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ വാപ്പ കല്ലമ്പലത്ത് പോകും. കല്ലമ്പലമാണ് എൻ്റെ വാപ്പാരുടെ കുടുംബം. അപ്പോൾ ചില ദിവസം കല്ലമ്പലത്തിൽ പോകുമ്പോൾ വീട്ടിൽ ആരും ഇല്ലെന്ന് അറിഞ്ഞുകൊണ്ട് ഇവൻ്റെ ഉമ്മായും സഹോദരിയും കൂടെ വീട്ടിൻ്റെ പരിസരമൊക്കെ വന്ന് നോക്കിയിട്ട് പോകുമായിരുന്നു. ഞങ്ങളിതൊന്നും അറിയണില്ലായിരുന്നു. ഞങ്ങളുടെ അയൽപക്കത്തുള്ളവരാണ് പറഞ്ഞത്. വിവാഹമായിട്ട് നടന്നില്ല. കൊച്ചിനെ വിവാഹത്തിന് നമ്മളെല്ലാം തയ്യാറെടുത്ത് അപ്പോഴത്തേക്ക് വീണ്ടും ഇവൻ ഇങ്ങനെ പറയും, കൊച്ചിനെ ഫോൺ വിളിച്ച് ഈ കൊച്ചു കല്യാണത്തിന് മുമ്പ് ഭയങ്കര കരച്ചിലാണ്. അപ്പം ഞാൻ എന്തെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഇത് വെള്ളൊന്നും പറയൂല. അപ്പോൾ ഇവൻ മാനസിക പീഡനം തുടങ്ങി കല്യാണത്തിന് മുമ്പേ ഫോണിലൂടെ. അപ്പം ചോദിക്കുമ്പോൾ ഒന്നും പറയില്ല, ഭയങ്കര കരച്ചിലാണ്. ഞാൻ ചോദിച്ച കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീ പറയുമെന്ന് പറയുമ്പോൾ അവൾ ഒന്നും ഞങ്ങളോട് പറയൂല. എന്നിട്ട് ഞാൻ 1 മാസം ലീവ് എടുത്ത് വീട്ടിൽ നിന്ന് എൻ്റെ വീട് വൃത്തിയാക്കാനായിട്ട് നിന്നപ്പോൾ ഒരു ദിവസം ഒരു ഫോൺ കോൾ വരികയാണ്. അപ്പോൾ അവൻ ഫോണിൽ കൂടെ എന്നെ ചീത്ത പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ഈ വ്യക്തിയാണ് നീ കെട്ടാൻ ഒരുങ്ങുന്നത്. അപ്പോഴും ചീത്ത വിളിച്ചെന്തിനാണ് പണവും സ്വർണവും എൻ്റെ നിന്ന് വാങ്ങിച്ചു കൊടുക്കണമെന്നും പറഞ്ഞു. ഇവിടേക്ക് എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അക്ഷറിന് കൂട്ടായിട്ട് എന്നും അക്ഷറിൻ്റെ ഫാമിലി ഉണ്ട്. അതായത് ഈ ക്രിമിനൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നതിന് കൂട്ടി നിൽക്കുന്നത് ഫാമിലി എന്ന് തന്നെ പറയണം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോകുമോ? അവിടെ ആദ്യത്തെ ഭാര്യയെ ഇത്രമാത്രം ക്രൂരമായിട്ട് പീഡിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതും അക്ഷറിൻ്റെ കുടുംബം അറിയാതിരിക്കത്തില്ലല്ലോ. അവിടെയൊക്കെ പെൺകുട്ടിയുടെ പിന്നാലെ നടന്ന് ഇഷ്ടം പിടിച്ചെടുത്തതാണ്. അതിനുശേഷം അതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് ഈ വിധത്തിലാക്കി. ഇവിടേക്ക് ഈ അവസരത്തിൽ തന്നെ പോലീസിന് അവനെ കൊടുക്കാമായിരുന്നു. അവിടെ പോലീസ് അന്വേഷിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഇന്ന് പലർക്കും ഇതേ അവസ്ഥ ഉണ്ടാകാൻ കാരണമായത്. അതിനുശേഷം അഖിലയുമായിട്ട് പ്രണയത്തിലായി, അഖിലയുമായിട്ട് താമസം തുടങ്ങി. അവിടെ അഖിലയ്ക്ക് ആദ്യ ഭർത്താവിലുണ്ടായ കുട്ടിയെ ശാരീരികമായിട്ട് ഉപദ്രവിച്ച് കൊന്നു എന്ന് തന്നെ പറയാം. ഇവനൊരു ക്രിമിനലാണ്, ഇതവൻ്റെ സ്വഭാവമാണ്. ഇനിയും അവനെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇതൊക്കെ തന്നെ സംഭവിക്കും. അങ്ങനെയുള്ളപ്പോൾ അവനെ ജയിലിൽ നിന്ന് ഇറക്കാതെ നോക്കേണ്ടതാണ് ഇനി അടുത്ത് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
ഒരു 3-4 മാസം കഴിയുമ്പോൾ പുറത്തിറങ്ങുന്നത് നമ്മൾ തന്നെ കാണും. അടുത്ത പെൺകുട്ടിക്കും ഇതേ അവസ്ഥ വരും, അന്നും ഇതുപോലെ വാർത്ത വരും. അങ്ങനെയാണ് പല കേസുകളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആദ്യ ഭാര്യ ഉപദ്രവിച്ചതിനെ കുറിച്ചൊക്കെ ഈ അമ്മ പറയുന്നുണ്ട്, അതും കൂടെ ഒന്ന് കേട്ടു നോക്കാം. തല ഭിത്തിയിൽ വെച്ച് ഇടിക്കും, ബാക്ക് സൈഡ് നമ്മൾ സെറിബെല്ലത്തിൻ്റെ ഭാഗത്താണ് ഇടി എന്ന് പറഞ്ഞാൽ ക്ലോസറ്റിൽ വെച്ചാണ് ഇടിക്കണം. ഇടിച്ച് ബോധം കെട്ട് പല ദിവസവും കിടന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് തള്ളയും സഹോദരിയും ഇവനും കൂടെ എൻ്റെ കൊച്ചിനെ വീട്ടിൽ എന്നെ കൊണ്ടാക്കെന്നും പറഞ്ഞ് കതവ് തുറന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേക്ക് 3 പേരും കൂടെ വലിച്ചിഴച്ച് ബാത്റൂമിൽ കൊണ്ടിട്ട് വീണ്ടും ഇവൻ വയറ്റിൽ ചവിട്ടുകയും ഇടിക്കുകയും ചെവിട്ടത്ത് ഇടിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്തു. എന്ന് വെച്ചാൽ പറയാൻ പറ്റാത്ത തരത്തിലുള്ള ക്രൂരതയാണ്. അതിന് മുമ്പായിട്ട് തന്നെ എൻ്റെ കൊച്ചിനെ പല പ്രാവശ്യമായിട്ട് ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ച് പല പ്രാവശ്യം അവർ കൊല്ലാൻ ശ്രമിച്ച് കൊച്ചിനെ ഫാനിൽ ഇവരെ കെട്ടിത്തൂക്കാൻ ഒരുങ്ങി അടിച്ച് 3 പേരും കൂടെ അടിച്ചിട്ട് കൊച്ചു അബോധാവസ്ഥ ആയപ്പോഴത്തേക്ക് ഫാനിൽ കെട്ടിത്തൂക്കാൻ ഒരുങ്ങിയപ്പോൾ എങ്ങനെയോ എൻ്റെ കൊച്ചിന് ഓർമ്മശക്തി ദൈവം തമ്പുരാൻ കൊടുത്ത്. അങ്ങനെ കൊച്ച് കരഞ്ഞ് വിളിച്ചപ്പോഴത്തേക്ക് അയൽവക്കക്കാർ കേട്ട് അവർ ഞങ്ങളോട് വിളിച്ചു പറഞ്ഞ് ആ വീട്ടിൽ ഭയങ്കര വഴക്കാണെന്ന്. അയൽവക്കക്കാർ ആരും അവിടെ സഹകരിക്കില്ല. കാരണം ഈ സ്ത്രീ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അപ്പോഴും ആ സ്ത്രീ ഇട്ടിരിക്കുന്ന വസ്ത്രം വലിച്ചു കീറിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുകയാണ് അവർക്ക് വിജയത്തിന് വേണ്ടി. അതുകൊണ്ട് അവിടെയുള്ള അയൽവക്കക്കാരാ നാട്ടുകാരാ ഒന്നും ഇവരോട് ഒന്നും പറയൂല. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ മോളുടെ അവസ്ഥ എന്താണ്? മോളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ മോള് 13 മാസം വരെ ഹോമോ സ്റ്റേജ് ആയിരുന്നു. 13 മാസം ഓപ്പറേഷൻ കഴിഞ്ഞ് 2.5 മാസം വെന്റിലേറ്ററിലായിരുന്നു. ഇപ്പോൾ ഒരു 10 മാസം ആവേ ഉള്ളൂ എൻ്റെ മോൾക്ക് ഓർമ്മശക്തി കിട്ടിയിട്ട്. എന്നാലും ചിലപ്പോഴൊക്കെ ഒരു ഇതായിട്ട് തോന്നും. എന്നാലും ഇപ്പം നല്ല ഓർമ്മശക്തി ഉണ്ട്. പക്ഷേ മോള് കിടക്കേന്ന് എഴുന്നേക്കൂല. പോലീസ് സ്റ്റേഷനിൽ എത്ര തവണ പരാതി കൊടുത്തു? പോലീസ് സ്റ്റേഷനിൽ ഒരു 6 പ്രാവശ്യമെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ട്. ഇടക്കാലത്ത് ഞങ്ങൾ കൊടുത്ത് അവനെ ഒരു ദിവസം വിളിച്ച് അവൻ വന്ന്, പിന്നെ പോലീസുകാർ വിളിച്ചിട്ട് അവൻ വന്നിട്ടില്ല. അപ്പോൾ നമ്മളുടെ പറഞ്ഞ് നിങ്ങൾ ഒരു പരാതി തരുന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചിനെയും കൊണ്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് എനിക്ക് പിന്നെ പരാതി കൊടുക്കാൻ പറ്റില്ല. ഇവനെതിരെ എത്ര കേസ് കൊടുത്തിട്ടും പോലീസ് ഒരു ആക്ഷനും എടുത്തില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ചൈൽഡ് വെൽഫെയറിൽ ആ കുട്ടിയുടെ അമ്മൂമ്മയും, അതായത് മരിച്ചുപോയ ആ കുട്ടിയുടെ അമ്മൂമ്മയും പരാതിയുമായിട്ട് ചെന്നിരുന്നു. അവിടെയും അത് നിസ്സാരമായിട്ട് തള്ളിക്കളഞ്ഞതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ കുട്ടിക്ക് ഈ അവസ്ഥ വന്നത്. അവിടേക്ക് ഓർക്കേണ്ടത് ഇവൻ്റെ ആദ്യ ഭാര്യയുടെ കംപ്ലൈൻറ്റിൽ തന്നെ കേസ് എടുത്തവനെ അകത്തിട്ടിരുന്നെങ്കിൽ ഇന്ന് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭവിക്കത്തില്ലായിരുന്നു. അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലീസും ഒരു കാരണക്കാരാണ്. അതായത് ഈ കുട്ടി മരിച്ചതിൽ പോലീസും അതുപോലെ തന്നെ ചൈൽഡ് വെൽഫെയറും എല്ലാം കാരണക്കാരാണ്. ഏറ്റവും കാരണക്കാരി എന്ന് പറയുന്നത് ഈ കുട്ടിയുടെ അമ്മ തന്നെയാണ്. അതായത് ഈ കുട്ടിയെ കൊല്ലാൻ കൊടുത്തതുപോലെയായി ഇപ്പോൾ കഥ കേട്ട് കഴിഞ്ഞാൽ. പിന്നെ അക്ഷറിനെ കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അവൻ ക്രിമിനലാണ്, കൊടും ക്രിമിനലാണ്. അവനുള്ള ശിക്ഷ മാത്രം ഇനി എന്തായിരിക്കും എന്ന് മാത്രം അറിഞ്ഞാൽ മതി. എന്തായാലും ആ കുട്ടിയുടെ ഫോട്ടോ മനസ്സിൽ നിന്ന് മായുന്നില്ല. വളരെ വിഷമം തോന്നുന്നൊരു അവസ്ഥയാണത്. ഒരു കുട്ടികൾക്കും ഇങ്ങനെയുള്ള അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അക്ഷറിന് നല്ല ശിക്ഷ തന്നെ ലഭിക്കട്ടെ. ഈ വീഡിയോ നിർത്തുന്നു. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ഓക്കെ, ബൈ, സീ യു.